പശ്ചിമേഷ്യൻ യുദ്ധഭീതി തുടരുന്നതിനിടെ തന്നെ ഇപ്പോൾ ഇറാനെ ആശങ്കയിലാക്കുന്നത് മറ്റൊരു പ്രകൃതി മുന്നറിയിപ്പാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് സമീപത്ത് ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ രാത്രി തുടരെയായി തുടർച്ചയായി തന്നെ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഫർദിസ് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടത്. ഒറ്റ രാത്രിക്കിടെ 9ഓളം ചെറിയ ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശക്തമായത് 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ്. പ്രാദേശിക സമയം രാത്രി വൈകുന്നേരം പുലർച്ചെ തന്നെ മണിക്കൂറുകളിലും ജനങ്ങൾ ആ സമയത്ത് ജനങ്ങൾ ആശങ്കയോടുകൂടി തന്നെ വീടുകളിൽ കഴിയുകയും അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നതായി തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സാധാരണയായി തന്നെ ടെഹ്റാൻ മേഖല ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ്. ഇവിടെ ഇടയ്ക്കിടെ തന്നെ ചെറിയ പ്രകമ്പനങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഓരോ രാത്രിയിലും തുടർച്ചയായി തന്നെ 9 ചലനങ്ങൾ രേഖപ്പെടുത്തിയത് അസാധാരണമായിരുന്നു എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടുകൂടി തന്നെ ശാസ്ത്രലോകത്തും ആശങ്ക ഉയരുകയാണ്. പ്രകമ്പനങ്ങൾ ഉണ്ടായത് ഇറാനിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നായ മോഷ ഫോൾട്ട് പരിധിയിലാണ്. ഭൂമിക്കടിയിലെ ആ ഒരു ടെക്ടോണിക് പ്ലേറ്റുകൾ അത് ശക്തമായി തന്നെ ചലിക്കുന്ന മേഖല എന്നറിയപ്പെടുന്ന ഈ പ്രദേശം വലിയ ഭൂകമ്പങ്ങളുടെ ചരിത്രവും നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ അടിഞ്ഞുകൂടിയ ഊർജം ചെറിയ തോതിൽ പുറത്തേക്ക് പോകുന്നതിന് അതുകൊണ്ടുള്ള സാധാരണ പ്രകമ്പനമാണോ എന്നും ഇവിടെ വിലയിരുത്തുകയാണ്. ഇക്കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്കിടയിൽ തന്നെ വലിയ ഭിന്നതകൾ ഉയരുന്നുണ്ട്. ചില വിദഗ്ധർ പറയുന്നതനുസരിച്ച് ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് വലിയ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എന്നതാണ്. എന്നാൽ മറ്റു ചിലർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരത്തിലുള്ള തുടർച്ചയായ ചലനങ്ങൾ വലിയ ഭൂകമ്പങ്ങൾക്ക് മുൻപേ കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാകും എന്നതാണ്. അതേസമയം നിലവിൽ വലിയ നാശനഷ്ടങ്ങളോ മരണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയതായി തന്നെ ഇറാൻ ഭരണകൂടം അറിയിച്ചു. ജനങ്ങളോട് ജാഗ്രത പാലിക്കുവാനും അടിയന്തര സാഹചര്യങ്ങൾക്ക് തയ്യാറായിരിക്കുവാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇതിനോടകം തന്നെ യുദ്ധ സംഘർഷങ്ങളാൽ തന്നെ അതീവ സമ്മർദ്ദം തന്നെ ഇപ്പോൾ അനുഭവപ്പെടുകയാണ്. അതിനിടയിലാണ് ഭൂകമ്പ ഭീഷണിയും ഉയരുന്നത് എന്നതാണ് മേഖലയെ കൂടുതൽ ആശങ്ക ഇരട്ടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ തുടർ ചലനങ്ങളിൽ അവിടെ നിലവിൽ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഭയന്നുകൊണ്ട് ജനങ്ങൾ രാത്രി തെരുവുകളിലും പാർക്കുകളിലുമാണ് കഴിഞ്ഞത്. 1.4 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന ടെഹ്റാൻ നഗരമാകട്ടെ 3 പ്രധാന ഭൗമപാളികൾക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒന്നാകുമെന്നും ഇവിടെ സീസ്മോളജിസ്റ്റുകൾ മുന്നറിയിപ്പുകൾ നൽകുകയാണ്. രാജ്യത്തെ ദുർബലമായ കെട്ടിട നിർമ്മാണ രീതികളും ജനസാന്ദ്രതയും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കാൻ കാരണമാകും. 2003 ബാം നഗരത്തിലുണ്ടായ ഭൂകമ്പത്തിൽ 30,000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന ഓർമ്മകളാണ് ഇപ്പോഴും ഇറാൻ ജനത അവിടെ ജീവിക്കുന്നത്. ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങളും റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ സേനകളും അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.